27-ാം രാവ്, ഇന്ന് 25-ാം രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. പൊട്ടിക്കരഞ്ഞോ, ഇനി പൊട്ടിക്കോ, റബ്ബിനോട് കരഞ്ഞോ, റബ്ബിനോട് മാപ്പ് ചോദിച്ചോ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസം ഇബാദത്തെടുത്ത പുണ്യം കിട്ടുന്ന രാത്രി, തൗബ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന രാത്രി, മഗ്ഫിറത്ത് റബ്ബ് ഏറ്റെടുക്കുന്ന രാത്രി, കരുണ ചെയ്യുന്ന രാത്രി. ഇതൊക്കെ ധിക്കരിച്ചിട്ട് റമദാനിലും നന്നാവാതെ, റമദാനിലും പള്ളിയിൽ വരാതെ, റമദാനിലും നല്ലത് പറയാതെ, റമദാനിലും തോന്നിവാസവുമായിട്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതമെങ്കിൽ റബ്ബ് നമ്മളെ പരീക്ഷിക്കും, റബ്ബ് നമ്മളെ സൂക്ഷിക്കും. ഇന്ന അദാബി ലശദീദ്, ഇന്ന അദാബി ലശദീദ്, ഇന്ന അദാബി ലശദീദ്. എന്റെ ശിക്ഷ കഠിനമാണ്, എന്റെ ശിക്ഷ കഠോരമാണ്. എന്റെ ശിക്ഷയെ തടുത്തു നിർത്താൻ, എന്റെ ശിക്ഷയെ അതാ മാറ്റിമറിക്കാൻ ഒരധികാരിക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. റബ്ബ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനോട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പറയുന്നു, ഇത് നല്ല നല്ല ദിവസങ്ങളാണ്, നല്ല നല്ല രാത്രികളാണ് വരാനുള്ളത്. 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഒന്ന് നിസ്കരിച്ചിരുന്നു. പൊട്ടിക്കരയൂ പെങ്ങള്, പൊട്ടിക്കരയൂ രക്ഷിതാക്കള്, പൊട്ടിക്കരയൂ ഉമ്മ. മക്കളെ നന്നാകാൻ, മക്കളെ പേടിച്ച് വീട്ടിൽ കടന്നുറങ്ങണോ? നിങ്ങളെ പൊട്ടിക്കരഞ്ഞോ? മക്കളെ നന്നായി കഴിഞ്ഞാൽ മക്കളെ സന്തോഷത്തിൽ കടന്നുറങ്ങാൻ. നിങ്ങൾ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ഒരമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? എനിക്കിവിടെ താമസിക്കാൻ പേടിയാണ്, എന്റെ മകനെ ഒന്ന് കൊണ്ടുപോകണം, എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. ഡേറ്റ് വെച്ചിട്ടുണ്ട്, അടുത്ത മാസം എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. അതേ പോലീസ് പിടിച്ചു കൊണ്ടുപോയില്ലേ? ഇതാണ് ലോകത്തിന്റെ അവസ്ഥ, ഇതാണ് നാടിന്റെ അവസ്ഥ. മക്കൾ നന്നാകണോ? അല്ലാഹുവിനോട് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം തരുമാറാകട്ടെ, സന്തോഷം തരുമാറാകട്ടെ, ഖൈറിന്റെ എല്ലാ വഴികളും അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, നബിതങ്ങൾ പറയാൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ടഡ് ഹദീസ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഐനാനി, 2 കണ്ണുകൾ, 2 കണ്ണുകൾ, ഐനാനി, 2 കണ്ണുകൾ. ഉമ്മമാരെ ചിന്തിച്ചോ, ഈ റമദാൻ 24 ആയിട്ടും ഒരു തുള്ളി കണ്ണുനീര് റബ്ബിനെ ഓർത്ത്, റബ്ബ് ചെയ്ത നിഅമത്തിനെ ഓർത്ത്, റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് കരയാതെ റബ്ബെന്തെല്ലാം ചെയ്തു തന്നു നിങ്ങൾ കണ്ടില്ലേ? ഇസ്രായേൽ ജൂതവർഗം അതാ ഗസയിൽ നടത്തുന്ന നരനായാട്ട്. അവിടുത്തെ മുഅ്മിനീങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, നോമ്പ് തുറക്കാനിരിക്കുമ്പോ അവരെ ബോംബിട്ട് തകർത്ത് നാമാവശേഷമാക്കുകയാണ്. ഗസയിലെ മുസ്ലിങ്ങളുടെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിയുകയാണ്. ആരാട്? ജൂത പരിശകള്. ഓ ഉമ്മത്തെ, അവർക്കെതിരെ വാളെടുക്കണ്ട, അവർക്കെതിരെ കൊടുവാളെടുക്കണ്ട. അവർക്കെതിരെ നമ്മളുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്. വജ്രായുധത്തെക്കാൾ വലിയ ആയുധം, രാസായുധത്തെക്കാൾ വലിയ ആയുധം, സ്കഡ് മിസൈലിനേക്കാൾ വലിയ മിസൈൽ, അതേ പാട്രിയോട്ട് മിസൈലിനേക്കാൾ വലിയ മിസൈൽ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. പ്രാർത്ഥന മുസ്ലിമിന്റെ വജ്രായുധത്തെക്കാൾ വലിയ മൂർച്ചയുള്ള ആയുധമാണ്. പ്രാർത്ഥനയേക്കാൾ വലിയൊരു ആയുധം ലോകത്തില്ല. ആ ജൂത പരിശകൾക്കെതിരെ ജഗനിയന്താവായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനോട്, ജഗകോടീശ്വരനായ റബ്ബുൽ ഇസ്സത്തിനോട് ഒന്ന് കണ്ടമിടറി പ്രാർത്ഥിക്കാൻ ഉമ്മ നമ്മൾ തയ്യാറാകണം. മുസ്ലിങ്ങളെ നമ്മൾ തയ്യാറാകണം. അല്ലാഹ് പാപപ്പെട്ട മുഅ്മിനീൻ
മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കിയ ആ ഇസ്രായേലിനെതിരെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തട്ടെ. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാത്രിയിലെ ഈ നല്ല റമദാൻ വിട പറയുന്ന ദിനരാത്രങ്ങളിൽ നമ്മുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയരട്ടെ. നമ്മളെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു റസൂലുള്ളാഹി പറയുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ലാ തഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹാ, ആ കണ്ണുകൾ അതാ തൊടുകയില്ല. അന്നാർ, തീ തൊടൂല, നരകം തൊടൂല. നരകം തൊടാത്ത രണ്ട് കണ്ണുകൾ, നരകത്തിൽ കിടക്കാത്ത രണ്ട് കണ്ണുകൾ. ഏതാണ് ആ കണ്ണെന്നറിയുമോ? ഐനും ബക്കത്തുമിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച കണ്ണുകളാണ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകളാണ്. അല്ലാഹുവിനെ പേടിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് കരഞ്ഞ കണ്ണുകളാണ്. നരകത്തിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ചെയ്ത നിഅമത്തുകൾ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. തെറ്റുകൾ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. പാപ് കിട്ടുമോ എന്നോർത്ത് കരഞ്ഞ കണ്ണുകളാണ്. ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുകളാണ്. ഐനും ബാത്തത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച കണ്ണുകൾ. ഏതാണ് കണ്ണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശത്രുക്കൾക്കെതിരെ ചെലവഴിച്ച കണ്ണുകൾ, വ്യാപാര കണ്ണുകൾ, ഉറങ്ങാതെ കാത്തിരുന്ന കണ്ണുകൾ. സുബ്ഹാനല്ലാഹ്, ഉറക്കമൊഴിച്ച കണ്ണുകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മത്ത്, ആരാണ് കരഞ്ഞത്? ആരാണ് കരഞ്ഞത്? എന്തേ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാത്തത്? എന്തേ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാത്തത്? ഖസ്ബത്തുൽ ഖുലൂബായി പോയി, ഖൽബായി പോയി. അല്ലാഹു നമ്മളെ മനസ്സിനെ നന്നാക്കട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ഹറാമ് കണ്ട്, ഹറാമ് കേട്ട്, ഹറാമുമായി ബന്ധപ്പെട്ട് ഹറാമിൽ ഇടകലർന്നുള്ള ജീവിതമായി പോയി നമ്മളുടേത്. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈ പരിശുദ്ധമായ, ഈ സുന്ദരമായ ദിവസത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഇനി കുറഞ്ഞ ദിവസം കൂടിയുണ്ട്, അല്ലേ? നന്നാകാൻ അവസരമുണ്ട്, മാറാൻ അവസരമുണ്ട്, മാറ്റത്തിന് ചാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളുണ്ട്. നമ്മൾ മാറുക, മാറ്റുക, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരട്ടെ, സ്വഭാവ ശൈലിയിൽ മാറ്റം വരട്ടെ, സംസാര ശൈലിയിൽ മാറ്റം വരട്ടെ, പെരുമാറ്റ ശൈലിയിൽ മാറ്റം വരട്ടെ, ഇടപെടലുകളിലും ഇടപഴകലിലും മാറ്റം വരട്ടെ, സഹവാസത്തിൽ മാറ്റം വരട്ടെ. നല്ലവരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ വിട പറയുമ്പോൾ ഞാനും നിങ്ങളും എന്തു ചെയ്തു? എത്ര തറാവീഹ് നഷ്ടപ്പെട്ടു, എത്ര വിത്ർ നഷ്ടപ്പെട്ടു, എത്ര ഹദ്ദാദ് നഷ്ടപ്പെട്ടു, എത്ര ഖുർആൻ ഓതി, എത്ര ദിക്ർ ചൊല്ലി, എത്ര തസ്ബീഹ് ചൊല്ലി എന്നൊരു ആത്മവിചിന്തനം നടത്തി. ഞാൻ ആരുമായെല്ലാം നന്നായി, ആരുമായെല്ലാം തെറ്റി നിന്നു, അവരുമായി നന്നായോ ഇല്ലേ? എന്റെ ജീവിതം നിസ്കാരം ഖളാ ആയത് വീട്ടിയോ? ഞാൻ സക്കാത്ത് കൊടുത്തോ, സദഖ കൊടുത്തോ? ഞാനതാ നല്ലവരുമായി ബന്ധപ്പെട്ടോ, നല്ല സദസ്സിലേക്ക് പോയോ എന്നൊരു ആത്മവിചിന്തനം നടത്തി. എന്റെയും നിങ്ങളുടെയും നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ഓർക്കുക. പടച്ചോനെ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എത്ര നോമ്പുകാരാണ്, എത്ര നോമ്പുകാരാണ് അവര് വൈകുന്നേരം വരെ പട്ടിണി കടന്നു എന്നല്ലാതെ, എത്ര നിസ്കാരക്കാരാണ് അവര് വെറുതെ സമയം ചെലവഴിച്ചു എന്നല്ലാതെ, അവർക്കൊന്നുമില്ല, വിശപ്പ് സഹിച്ചു, സമയം നഷ്ടപ്പെടുത്തി എന്നല്ലാതെ വേറെ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളെ, മരിക്കുമെന്നുള്ള ബോധത്തോടു കൂടി എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. എല്ലാവരുടെയും അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നല്ല മരണം തരുമാറാകട്ടെ. നമ്മളൊക്കെ ചിന്ത എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് തറാവീഹും, കുറച്ച് നോമ്പും, കുറച്ച് ദിക്റും അങ്ങ് ചൊല്ലിയപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ
ഉഷാറായി എന്നാണ്. എന്നാൽ ഇമാമുന ശാഫിഈ അവിടുന്ന് ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ, അത് 7-ാം വയസ്സിൽ ഖുർആൻ തഫ്സീറോട് കൂടി മനപ്പാടമാക്കിയ മഹാനവറുകൾ നമ്മുടെ ഇമാമായ ഇമാം മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ മരിക്കാൻ അടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ് ശിഷ്യനായ മുസനിയു റളിയല്ലാഹു തആല സന്ദർശിച്ച് ചോദിച്ചു, കൈഫ അസ്ബഹത, നിങ്ങൾ നേരം വെളുപ്പിച്ചതെങ്ങനെ, നിങ്ങൾ നേരം വെളുപ്പിച്ചതെങ്ങനെ? അപ്പോഴാ പറയുന്നത് ഫജാബഹു ശാഫിഈ റളിയല്ലാഹു തആല അസ്ബഹതു മിനദ്ദുനിയാ റാഹില, ദുനിയാവിൽ നിന്ന് വിട പറയുന്നവനായി ഞാൻ നേരം വെളുപ്പിച്ചു. വ ഇഖ്വാനി മുഫാരിഖ, കൂട്ടുകാരോട് വേർപ്പെടുന്നവരായിട്ടും ഞാൻ നേരം വെളുപ്പിച്ചു. വലിൽ വലിക്കൈസി മനീയത്തി ശാരിയ, മരണവേദന അനുഭവിക്കുന്നവനായോ ഞാൻ നേരം വെളുപ്പിച്ചു. വലിസോയി അഅമാലി, എന്റെ അമലുകൾ മുലാഖിയൻ വഅലല്ലാഹി വാരിദ, എന്റെ തെറ്റുകളെ ഞാൻ കണ്ടുമുട്ടുന്നവനായും അല്ലാഹുവിലേക്ക് ചെല്ലുന്നവനായും ഞാൻ നേരം പുലർന്നു. എന്റെ തെറ്റുകൾ കണ്ടോ, നന്മകളല്ല തെറ്റുകൾ കണ്ടുമുട്ടുന്നവനായും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവനായും ഞാനതാ നേരം വെളുപ്പിച്ചു. ആരാ പറയുന്നത്? ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയില്ലാത്ത, ഒരു തെറ്റ് പോലും ചിന്തിക്കുക പോയിട്ട് ചെയ്യുക പോലും ഇല്ലാത്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല 4 മദ്ഹബിന്റെ ഇമാമിൽ ഒരാളാകുന്ന നമ്മുടെ ഇമാം ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനവറുകൾ പറയുന്നു, ഫലാ അദ്രീ റൂഹി തസീറു ഇലൽ ജന്ന, എനിക്കറിയൂല എന്റെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ പോകുക എന്ന് എനിക്കറിയൂല. നരകത്തിലേക്കാണോ എന്നെ കൊണ്ടുപോകുക എന്ന് എനിക്കറിയൂല. ഇതങ്ങ് പറഞ്ഞിട്ട് സുമ്മ ബക്ക, ശാഫിഈ ഇമാം കരയുകയാണ് ശിഷ്യനോട്. കരഞ്ഞിട്ട് പറയുന്നു, ഹിബ്ബുസ്സാലിഹീന ഫലസ്തു മിൻഹും ലഅല്ലി അന ബിഹി ശഫാഅ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, രക്ഷിതാക്കളെ, ഞാൻ സാലിഹീങ്ങളെ പ്രിയം വെക്കുന്നു, ഞാൻ അവരിൽ പെട്ടവനല്ല. ആ സാലിഹീങ്ങളെ പ്രിയം വെക്കുന്നത് കൊണ്ട്, അവരുടെ റെക്കമെന്റ് കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടേക്കാമെന്ന ആശയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് മരണസമയത്ത് കരഞ്ഞ ശാഫിഈ ഇമാം തങ്ങള് ബേജാറിലാണ്. നമ്മളെ കാര്യം എന്താണ്? കഷ്ടത്തിലല്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ടൊന്ന് പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമ്മളെ എല്ലാവരെയും അവന്റെ മൊത്ത മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ.